ഇവിടെ കഥാപാത്രങ്ങൾ രണ്ടുപേർ. ആദ്യം പെൺകുട്ടി, സുന്ദരി, സുശീല, സുമുഖ, വിദ്യാസമ്പന്ന. ഇവളാണ് നായിക. ജീവന് തുല്യം സ്നേഹിച്ച കാമുകനെ സ്നേഹപാനീയമായ കഷായത്തിൽ വിഷം നൽകി വകവരുത്തി. ഗ്രീഷ്മ, കഷായം ഗ്രീഷ്മ എന്നും അറിയപ്പെടും. ഇനി കഥാനായകൻ, സ്വന്തം ഉമ്മയെ വെട്ടിക്കൊന്ന് ജന്മം നൽകിയതിന്റെ ശിക്ഷ നടപ്പിലാക്കിയ മകൻ ആഷിഖ്. കണ്ടാ മനസ്സിലാവും. രണ്ടുപേരും ഒരേ പാതയിൽ സഞ്ചരിക്കുന്ന തൂവൽ പക്ഷികൾ. എങ്ങനെയാണെന്നല്ലേ? നമുക്ക് ഗ്രീഷ്മയിലേക്ക് കടക്കാം. ജീവന തുല്യം സ്നേഹിച്ച ഷാരോണിനെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ഗ്രീഷ്മ കണ്ടെത്തിയ വഴിയായിരുന്നു കഷായത്തിൽ വിഷം ചേർത്ത് നൽകിയത്. എന്നാൽ മരിക്കുമ്പോൾ ഷാരോൺ അറിഞ്ഞിരുന്നില്ല താൻ അത്രയേറെ സ്നേഹിച്ചിരുന്ന ആളാണ് തന്റെ ജീവനെടുത്തതെന്ന്. എന്തിനാണ് പിടിക്കുമെന്നറിഞ്ഞിട്ടും ഈ കൊലപാതകം ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ഗ്രീഷ്മ പറഞ്ഞത് അവനോടൊപ്പം ജീവിക്കാൻ ഒരു ആഗ്രഹവുമില്ല, ഒഴിവാക്കാൻ പറഞ്ഞിട്ട് ഷാരോൺ പോകുന്നുമില്ല, പിന്നെ കൊല്ലുകയല്ലാതെ ഒരു മാർഗവുമില്ല എന്നായിരുന്നു. ശിക്ഷ കിട്ടുമെന്ന് അറിഞ്ഞിട്ടും കൂടിപ്പോയാൽ ജീവപര്യന്തം 14 വർഷം. അപ്പോൾ 38 വയസ്സാകുമ്പോൾ ജയിലിൽ നിന്നിറങ്ങി പിന്നീട് ഞാൻ ജീവിച്ചോളാം എന്ന്. അങ്ങനെ പവനായി ശവമായി. അടുത്തത് ആഷിഖ്. ലഹരിക്കടിമയായ ആഷിഖ് ബാംഗ്ലൂരിൽ ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയിൽ മസ്തിഷ്കാർബുദത്തിന് ചികിത്സയിലായിരുന്ന മാതാവ് സുബൈദയെ ആഷിഖ് വെട്ടുകത്തി ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഇത് എന്തിനു ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണ് നടപ്പിലാക്കിയത് എന്നായിരുന്നു. ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? താൻ ചിന്തിച്ചിട്ടുണ്ടോ? നായകനും നായികയും കുറ്റം ചെയ്യുകയും ഒരു കൂസലുമില്ലാതെ അത് തുറന്നു പറയുകയും ചെയ്യും. ലെവലേശം പോലും അതിൽ കുറ്റബോധവുമില്ല.